ഈ ചാനലിൻ്റെ ലക്ഷ്യം യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ ഒരു വരുമാനം നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചാനലാണിത്. മാസ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനുവേണ്ടിയുള്ള ടിപ്പുകളും ട്രിക്കുകളുമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വളഞ്ഞ വഴിയും ഉപയോഗിക്കാതെ നേരെയായ വഴിയിലൂടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ. കാരണം നേരെയായ വഴിയിലൂടെ നമ്മളൊരു ചാനൽ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പിന്നീടുള്ള എല്ലാ കാലത്തും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബ് ചാനൽ നേരായ വഴിയിൽ ജെന്യുവിനായ രീതിയിൽ മോണിറ്റൈസ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ തീർച്ചയായും തെറ്റായ ഒരു തോന്നൽ മാത്രമാണ്. ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്നത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നിലവിലുള്ള മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാം. അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എല്ലാവരും വിചാരിക്കുന്നത് 4000 വാച്ച് അവർ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ഒരു പക്ഷേ കുറേ ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത്ര ശ്രമകരമായ കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ 4000 വാച്ച് അവർ എന്നുള്ളത് അല്പം ശ്രമകരമായ കാര്യമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൺസിസ്റ്റൻ്റായിട്ട് ഒരു മാസം ഒരു വീഡിയോ വെച്ച് ഡെയിലി അപ്ലോഡ് ചെയ്യുക. ഇതേ വീഡിയോവിൻ്റെ ഷോർട്ട് വീഡിയോയും ക്രിയേറ്റ് ചെയ്ത് മിനിമം ഒരു 3 ഷോർട്ട് വീഡിയോയെങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഈ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. 100% ഗ്യാരണ്ടി. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി, അതും ഈ വീഡിയോ ഇടേണ്ട ടൈമിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ടിപ്പ് ഇതാണ്, നമ്മൾ വീഡിയോ ഇടേണ്ടത് വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്ത് മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയും യൂട്യൂബിൻ്റെ ചെക്കിങ്ങും വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിക്കാക്കുകയും ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 മുതൽ 15 സെക്കൻഡ് വരെയുള്ള സമയം പ്രേക്ഷകർക്ക് ആകാംക്ഷയുള്ള ഏതെങ്കിലും ഒരു കാര്യം അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, ആദ്യത്തെ 30 സെക്കൻഡിനുള്ളിൽ. അങ്ങനെ വരുമ്പോൾ ആളുകൾ പിന്നീടുള്ള വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് കാണാൻ അവർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകുന്ന രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ ആ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് അവർ കാണുന്നതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. പിന്നെ എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 11-12 മാക്സിമം 15 വീഡിയോ കഴിയുമ്പോൾ 16-ാമത്തെയോ 17-ാമത്തെയോ വീഡിയോ മുതൽ നമ്മുടെ വ്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. മിനിമം ഒരു വീഡിയോ 8 മിനിറ്റിൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ എങ്ങനെ വന്നാലും നമ്മുടെ ആവറേജ് വ്യൂസ് ഒരു 2 മിനിറ്റിനും 3 മിനിറ്റിനും ഇടയിൽ നമ്മുടെ വീഡിയോ ആവറേജ് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 ലക്ഷം 6 ലക്ഷം വ്യൂസ് ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 4000 വാച്ച് അവർ ആകും. ഇത് നമ്മൾ ഈ 30 വീഡിയോ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് ഈ 30 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 30 വീഡിയോക്കുള്ളിൽ 6 ലക്ഷം വ്യൂസ് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട, ഞാൻ ഗ്യാരണ്ടി. ഇതിനോടൊപ്പം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുവാൻ എല്ലാ ദിവസവും ഇതേ വീഡിയോവിൻ്റെ 3 ഷോർട്ട് വീഡിയോയും ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് അല്ല, ഒരു മാസത്തിനുള്ളിൽ അതിനേക്കാൾ എത്രയോ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടും. ഇനി ഈ വരുന്ന ഫെബ്രുവരി മുതൽ ഈ ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ ഫെബ്രുവരി മുതൽ 2027 ഫെബ്രുവരി മുതൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 4000 വാച്ച് അവർ എന്നുള്ളത് 8000 വാച്ച് അവർ കിട്ടണം എന്നാണ് പുതിയ ക്രൈറ്റീരിയ. അതൊന്നും കേട്ട് ആരും യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. 8000 വാച്ച് അവർ എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൂടെ ഒരു മാസം കൺസിസ്റ്റൻ്റായിട്ട് ഡെയിലി വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്ത് ഓരോ വീഡിയോ നല്ല കണ്ടൻറ്റ് നല്ല രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലെടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 8000 അല്ല 10,000 അല്ല 20,000 അല്ല എത്ര വാച്ച് അവർ വേണമെങ്കിലും നമുക്ക് ലഭിക്കും. ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ വരണമെന്നില്ല. നമുക്ക് ആദ്യത്തെ $100 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഈ $100 ആകുന്നതിന് ഏകദേശം 6000 7000 ഏകദേശം ഒരു ആവറേജ് യൂട്യൂബ് വീഡിയോവിന് കിട്ടുന്ന എമൗണ്ട് 1000 വ്യൂസിന് $0.25 to $0.4 കിട്ടുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ 10,000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാലാണ് $4 കിട്ടുക മാക്സിമം. $4 $3.
അപ്പോൾ $100 ആവാൻ എത്ര വ്യൂസ് കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ 4000 വാച്ച് അവർ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മോണിറ്റൈസേഷൻ കിട്ടി അപ്പോൾ തന്നെ ഒരുപാട് ലക്ഷങ്ങൾ യൂട്യൂബിലൂടെ കിട്ടും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏറ്റവും ചുരുക്കി നമുക്ക് ഒരു വരുമാനം വേണം. ഞാനിതൊരു ജോലിയായിട്ട് കാണുന്ന രീതിയിൽ പ്രൊഫഷണലായിട്ട് ഇത് കണ്ട് ഇതിൽ നന്നായി ഡെഡിക്കേറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊരു വരുമാനം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വരുമാനവും ലഭിക്കാം. എന്തും സംഭവിക്കാവുന്ന ഒരു മേഖലയാണിത്. ചിലപ്പോൾ ഒരു ആവറേജ് വരുമാനമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കണ്ടന്റ് എല്ലാം ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് നമ്മുടെ അവതരണങ്ങൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വീഡിയോസും നമ്മുടെ ചാനലും വൈറലായാൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. പക്ഷേ നമുക്കൊരു നിശ്ചിത വരുമാനം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു ജോലി എന്ന രീതിയിൽ കാണുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം ഒരു വർക്ക്, ഒരു 8 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ വീഡിയോ എടുക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് വളരെ പ്രൊഫഷനായിട്ട് നല്ല ഗൗരവത്തോടു കൂടി ഈ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് അതിന് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് വൃത്തിയായി ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടും. യൂട്യൂബിൽ നിന്ന് ഉള്ള വരുമാനം മാത്രമല്ല, കൂടാതെ നമ്മുടെ ചാനൽ അല്പം ഒന്ന് പബ്ലിക്കായി കഴിഞ്ഞാൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് കിട്ടും. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ പ്രൊമോഷൻ വീഡിയോസിലൂടെ വരുമാനം കിട്ടും. പല പ്രൊഡക്റ്റുകളും നമുക്ക് അയച്ചു തരും, അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ ഇതെല്ലാം നമ്മൾ ആരോടും ചെയ്യുന്ന ഒരു തെറ്റോ ചതിയോ ഒന്നുമല്ല. നല്ല പ്രൊഡക്റ്റ്, ജെന്യുവനായിട്ടുള്ള പ്രൊഡക്റ്റാണോ എന്ന് സെലക്ട് ചെയ്ത് നല്ല പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു സർവീസ് ചാർജ് ആ കമ്പനി നമുക്ക് തരും. കൂടാതെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും. നമുക്കൊരു നല്ല വരുമാന മാർഗ്ഗമാണ്. കണ്ടൻറ്റ് ചെയ്യാൻ കഴിവുള്ളവർ, വീഡിയോ എടുക്കാനും അവതരിപ്പിക്കാനും കഴിവുള്ളവർ, നന്നായി എഡിറ്റ് ചെയ്യാൻ കഴിവുള്ളവർക്ക് ഈ മേഖല നല്ലൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഈ ഒരു മേഖലയിൽ സ്ഥിരമായി നിന്നാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനവും നല്ല രീതിയിൽ ഫേമസ് ആകാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഇതിലൂടെ വരുമാനം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ചാനൽ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾക്ക് വേറെയും ചാനലുണ്ട്, മാസ് ബിസിനസ്. അപ്പോൾ അത് മോണിറ്റൈസ് ആയ ചാനലാണ്. അപ്പോൾ അതിലുള്ള എക്സ്പീരിയൻസിൽ നിന്നും വേറെയും 2-3 ചാനലുണ്ട്. എല്ലാത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ആ എക്സ്പീരിയൻസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതുവരെ നമസ്കാരം.